ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ക്രിയേറ്റീവ് ഡെസ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ട്രെൻഡിങ്ങിലുള്ള നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സിന്റെ ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ തുടർന്നും ഇതേപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു ബോട്ടിലിന്റെ സെന്ററിലായിട്ട് ജസ്റ്റ് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ടോപ്പ് ഏരിയയും ബോട്ടം ഏരിയയും തമ്മിൽ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോപ്പ് ഏരിയയിൽ വൈറ്റ് കളറും അതേപോലെ തന്നെ ബോട്ടം ഏരിയയിൽ നമ്മുടെ ഒരു ലൈറ്റ് വയലറ്റ് കളർ ജസ്റ്റ് ഒന്ന് വൈറ്റ് പെയിന്റിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ലൈറ്റ് ആക്കിയിട്ടാണ് ഇങ്ങനെ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്താ ജസ്റ്റ് ഇതേപോലെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ചുമ്മാ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അടിയിൽ ഒരല്പം ഡാർക്ക് കളറും മുകളിൽ കുറച്ച് ലൈറ്റ് കളറായിട്ട് ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ബോട്ടം സൈഡ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടോപ്പ് സൈഡ് ഇതേപോലെ വൈറ്റ് പെയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും അപ്പോൾ ഇങ്ങനെ പെയിന്റ് അടിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ച സെല്ലോ ടേപ്പ് റിമൂവ് ചെയ്യാം. ദെൻ ആ ഒരു ഏരിയയിൽ കൂടി നമുക്ക് ഏതെങ്കിലും പെയിന്റ് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല സെപ്പറേഷൻ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തത്. ഇനി ഇത് ഡ്രൈ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കി ഫ്ലവേഴ്സ് ഒക്കെ വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വയലറ്റ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് വയലറ്റ് കളറിലെ പെയിന്റിലും ജസ്റ്റ് ഒന്ന് വിരൽ ഡിപ്പ് ചെയ്യാം. അതേപോലെ തന്നെ വൈറ്റ് കളറിലും ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിൽ വരച്ചു കൊടുക്കാം. അതായത് കൂടുതൽ വയലറ്റ് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. മനസ്സിലായല്ലോ? അതായത് ജസ്റ്റ് നമ്മൾ എവിടെയാണ് ഡിപ്പ് ചെയ്യണത് ആ ഒരു കളറായിരിക്കും ഫസ്റ്റ് ഇതിൽ വരാം. അപ്പോൾ ഞാനിവിടെ പല പല ഷെയ്ഡ്സിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ വല്ല കളേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിതിൽ പിന്നെ ഒരു മെറൂൺ കളർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ഉള്ള പോർഷനിലൊക്കെ നല്ല ഡീപ്പ് വയലറ്റ് കളറും അതേപോലെ വയലറ്റ് ഉള്ളിടത്ത് കുറച്ച് വൈറ്റ് ഉള്ള കളേഴ്സുമായിട്ട് അങ്ങനെയൊക്കെ പല പല കോമ്പിനേഷൻസിൽ നമുക്കിങ്ങനെ വിരൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വരയ്ക്കേണ്ടത് സ്റ്റെം ആണ്. അതുകൊണ്ട് നമുക്ക് ഗ്രീൻ കളറിലെ പെയിന്റ് യൂസ് ചെയ്തിട്ട് സ്റ്റെം വരയ്ക്കാം. അപ്പോൾ സ്റ്റെം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എല്ലാ ഫ്ലവേഴ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന വിധത്തിൽ ചുമ്മാ ഒരു ഗ്രീൻ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്താൽ സ്റ്റെമ്മായി. അപ്പോൾ സ്റ്റെം വരച്ചു കൊടുക്കുന്ന കറക്റ്റ് ആ ഒരു വീഡിയോ കിട്ടിയില്ല. ഞാൻ ബോട്ടിൽ പിടിച്ചപ്പോൾ ഫ്രെയിമിൽ നിന്ന് കുറച്ച് എൻ്റെ അടുക്കിലേക്ക് അടുപ്പിച്ച് പിടിച്ച കാരണം നമ്മുടെ വീഡിയോയിൽ വന്നില്ല. എന്നാലും നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ജസ്റ്റ് ഇതേപോലെ സ്റ്റെം വരച്ചു കൊടുത്തു. അപ്പോൾ സ്റ്റെം വരച്ചതിന് ശേഷം പിന്നെ ഈ ഗ്യാപ്സിലൊക്കെ നമുക്ക് ലീഫ് വരച്ചു കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾക്കറിയാവുന്ന ഷേപ്പിൽ ഏതെങ്കിലും ഒരു ലീഫ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഇനി നമ്മുടെ പൂവിന്റെ നടുക്കായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെറുതെ ഡോട്ട് ഇടുന്നതിന് പകരമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗം തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓരോ പരിപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൂമ്പൊടി ഭാഗത്തിന് ഒരു ഹൈലൈറ്റും കിട്ടും. എൻ്റെ നടുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്താൽ മതി. ആദ്യം ഞാനപ്പോൾ യെല്ലോ കളറിലെ പെയിന്റാണ് സെന്ററിൽ അടിച്ചു കൊടുത്തത്. പിന്നീട് അത് എനിക്കെന്തോ ഇഷ്ടപ്പെടാണ്ട് ഞാനത് മാറ്റി ഓറഞ്ച് കളർ പെയിന്റ് അടിച്ചു കൊടുത്തു. പിന്നെ നെക്ക് പോർഷനിലും പിന്നെ ബോട്ടം പോർഷനിലും ജസ്റ്റ് ഒരു ഗ്രീൻ കളറിലെ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ട് ഒരു കോട്ട് വാർണിഷ് കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിലൂടെ കമന്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.